ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഓംസ് ലോയാണ് ഡിസ്കസ് ചെയ്തത്. ഈ പാർട്ടിൽ ഓംസ് ലോയുടെ തുടർന്നുള്ള ഭാഗങ്ങളും റെസിസ്റ്റൻസ് കോമ്പിനേഷനുകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യമായി ഓംസ് ലോയുടെ പൊട്ടൻഷ്യൽ കറണ്ട് ഗ്രാഫിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയഗ്രത്തിൽ കാണുന്ന രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഒരു സെല്ലുമായി കണക്ട് ചെയ്യുകയും ആ റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരു അമീറ്റർ ഉപയോഗിച്ചും അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് വേരിയിങ് കറണ്ടിന് എക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറണ്ടും പൊട്ടൻഷ്യൽ ഡ്രോപ്പും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാം. ഇങ്ങനെ വരക്കുന്ന ഗ്രാഫ് ഓംസ് ലോയുടെ കേസിൽ, ഓംസ് ലോ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയതുകൊണ്ട് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ കറണ്ട് ഗ്രാഫ് അല്ലെങ്കിൽ വി ഐ ഗ്രാഫ് അല്ലെങ്കിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും റെസിസ്റ്റൻസ്. സോ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ്. ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് ഡെൽറ്റ ഐ. ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. നെക്സ്റ്റ് വൺ ഈസ് limitations of Ohm's law. We have already seen that in the case of Ohm's law, potential current graph is a straight line. പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് ചില കേസുകളിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഇതാണ്: ഓംസ് ലോ ഈസ് ലീനിയർ ഓൺലി ഫോർ സ്മോൾ കറൻസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വി ഐ ഗ്രാഫ് പരിശോധിച്ചാൽ മനസ്സിലാകും, സ്മോൾ കറൻസിൻ്റെ കേസിൽ വി ഐ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ ലാർജ് കറണ്ട് ആകുമ്പോഴേക്കും ശരിക്കുള്ള ആ ഡോട്ടഡ് പാത്തിൽ നിന്ന് മാറിയിട്ട് ഒരു വേരിയേഷൻ ഗ്രാഫിന് വരുന്നുണ്ട്. ദറ്റ് ഈസ് ലീനിയർ ഓൺലി ഫോർ സ്മോൾ കറൻസ്. ലാർജ് കറണ്ട് വരുമ്പോഴേക്കും ഓംസ് ലോയുടെ ഗ്രാഫിന് വേരിയേഷൻ വരുന്നുണ്ട്. Next limitation is the relation between potential and current depends on sign of potential. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഡയോഡിൻ്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ കറണ്ട് ഗ്രാഫാണ്. അതായത് നമ്മൾ വി ഐ ഗ്രാഫ് എന്നതിന് പകരം വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും കൂടി പറയാറുണ്ട്. ഈ വി ഐ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കേസിൽ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്ന കേസ് നമ്മൾ പറയും ഫോർവേഡ് ബയാസ് എന്ന് പറയും. ഈ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ഒരു ഷേപ്പും അതുപോലെ തന്നെ ബാറ്ററി നേരെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കേസിൽ കിട്ടുന്ന ഗ്രാഫ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ കിട്ടുന്ന ഗ്രാഫിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതായത് പൊട്ടൻഷ്യലിൻ്റെ സൈൻ മാറുന്നതനുസരിച്ച് വി ഐ ഗ്രാഫിൻ്റെ ഷേപ്പും മാറുന്നു. അതാണ് പറഞ്ഞത് റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ. അടുത്ത ലിമിറ്റേഷൻ ഇതാണ്: ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട് ഈസ് നോട്ട് യൂണിക്. ദറ്റ് ഈസ് ദർ ഈസ് മോർ ദാൻ വൺ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ദി സെയിം കറണ്ട്. ചില മെറ്റീരിയലിൻ്റെ കേസിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് മുകളിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ കിട്ടാറുണ്ട്. ആ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാകും, ആ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് സെയിം കറണ്ട് ഐ എന്നുള്ള ആ കറണ്ടിന് 2 പോയിന്റിൽ നമുക്ക് പൊട്ടൻഷ്യൽ ലഭിക്കുന്നതായിട്ട് മനസ്സിലാവും. ഒന്നാമത്തത് V1 എന്നുള്ള പൊട്ടൻഷ്യലും കുറച്ച് കഴിയുമ്പോൾ V2 എന്നുള്ള പൊട്ടൻഷ്യലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ടിന് ഒരു വാല്യൂ, വൺ വാല്യൂ ഫോർ വൺ കറണ്ട്.
അപ്പോൾ ചില മെറ്റീരിയൽസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മെറ്റൽസ്. അതുകൊണ്ട് നമ്മൾ അവയെ ഓമിക് മെറ്റീരിയൽ എന്നും, ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ നമ്മൾ നോൺ ഓമിക് മെറ്റീരിയൽസ് എന്നും പറയും. നോൺ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് അതുകൊണ്ട് തന്നെ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സ് രണ്ട് രീതിയിലാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്നും രണ്ടാമത്തത് കാർബൺ റെസിസ്റ്റേഴ്സ് എന്നും. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ്സ് ഉപയോഗിച്ചു, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിക്രോ, അതുപോലെ തന്നെ മാൻഗാനിൻ, കോൺസ്റ്റൻറ്റൈൻ തുടങ്ങിയ അലോയ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. നമ്മൾ വീടുകളിലൊക്കെ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റർ, ഇതിലെല്ലാം നമ്മൾ കാണുന്ന കോയിൽ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സാണ്. രണ്ടാമത്തെ ടൈപ്പാണ് കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത അത് വളരെ കോമ്പാക്റ്റാണ്, സൈസ് കുറവാണ്, ഇൻഎക്സ്പെൻസീവുമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ കാർബൺ റെസിസ്റ്റേഴ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാർബൺ റെസിസ്റ്റേഴ്സിന് സൈസ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കളർ കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റിങ്ങുകൾ ഉപയോഗിച്ചാണ് ആ റെസിസ്റ്റൻസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോർമൽ കേസിൽ ഒരു കാർബൺ റെസിസ്റ്റൻസിൽ 4 റിങ്സ് അല്ലെങ്കിൽ 4 ബാൻഡ്സ് ആണ് ഉണ്ടാകാറുള്ളത്. അതിൽ ഫസ്റ്റ് 2 ബാൻഡ്സ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് 2 significant figures. The third band represents or indicates the decimal multiplier and the last band represents tolerance. മുകളിൽ കാണിച്ചിരിക്കുന്ന റെസിസ്റ്റർ കളർ കോഡ്സ് ഉപയോഗിച്ച് ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ എന്നുള്ള അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ അതിന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ മൾട്ടിപ്ലയർ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ കോളത്തിൽ ടോളറൻസ് ആണ്, ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ കളർ ഇല്ലാത്ത രീതിയിലുള്ളത്. ഈ കളർ കോഡ് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ന്യൂമോണിക്സ് അല്ലെങ്കിൽ കോഡ് ഉപയോഗിക്കാം. ഓരോ കളേഴ്സിൻ്റെയും ആദ്യത്തെ ലെറ്ററുകൾ കൂട്ടി യോജിച്ച് നമുക്ക് ഇത്തരത്തിൽ എഴുതാൻ പറ്റും. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അല്ലെങ്കിൽ റോയ് എന്നുള്ളതിന് പകരം എൻ്റെ പേര് റോബിൻ ഓർത്താലും മതി. റോബിൻ സാറിന് നല്ല ഒരു വൈഫ് ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നുള്ള ന്യൂമോണിക്സ് ഉപയോഗിച്ച് നമുക്കിത് ഓർത്തിരിക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണാം. മുകളിൽ ഒരു കാർബൺ റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ കോഡും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ കളറ് റെഡാണ്. റെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ നോക്കുമ്പോൾ മനസ്സിലാകും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 2 ആണ്. രണ്ടാമത്തെ കളറ് വയലറ്റാണ്. വയലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ആണ്. രണ്ടും കൂടെ ചേർന്ന് നമുക്ക് ആദ്യത്തെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കിട്ടി. ഒന്നാമത്തെ റെഡിൻ്റെ 2ഉം രണ്ടാമത്തെ വയലറ്റിൻ്റെ 7ഉം ചേർന്ന് നമുക്ക് 27 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ മൾട്ടിപ്ലയറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിൻ്റെ നേരെ കറസ്പോണ്ടിങ് മൾട്ടിപ്ലയർ എന്നുള്ളത് 10⁵ ആണ്. ഇതിൽ നിന്നും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 27 × 10⁵ ഓംസ് എന്ന് നമുക്ക് കിട്ടും. നാലാമത്തെ ബാൻഡ് അല്ലെങ്കിൽ കളർ കോഡ് ടോളറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ ഗോൾഡ് ആണ് കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗോൾഡിന് നേരെ ടോളറൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 5 ആണ്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ എഴുതും 27 × 10⁵ ±5%. തുടർന്ന് നമുക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 ടൈപ്പ് റെസിസ്റ്റൻസ് കോമ്പിനേഷനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് സീരീസ് കോമ്പിനേഷൻ എന്നും രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ എന്നും. 2 റെസിസ്റ്റൻസ്, ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1 എന്നും
രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2 എന്നും എടുത്തിരിക്കട്ടെ. ഈ രണ്ട് റെസിസ്റ്റൻസുകളുടെ എൻഡ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നിന് പുറകെ ഒന്നായി കണക്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമുക്ക് പരിശോധിക്കാം. ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I എന്നിരിക്കട്ടെ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, സീരീസ് കോമ്പിനേഷനിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറണ്ടും I ആണ്. അതുപോലെ തന്നെ R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറണ്ടും I തന്നെയാണ്. സെയിം കറണ്ടാണ് സീരീസ് കോമ്പിനേഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓംസിൽ പഠിച്ചിട്ടുണ്ട്. V is equal to എന്താണ്, I into R. ഇനി ഒന്നാമത്തെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അത് നമുക്ക് V1 എന്ന് മാർക്ക് ചെയ്യാം. V1 is equal to അവിടെ ഒഴുകുന്ന കറണ്ടായ I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസായ R1. അപ്പോൾ ഒന്നാമത്തെ പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസിനുണ്ടായ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 is equal to I ഇൻറ്റു R1. അതുപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസിനുണ്ടായ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V2 is equal to അവിടെ സെയിം കറണ്ട് I തന്നെയാണ്, I ഇൻറ്റു എന്താണ് അവിടുത്തെ റെസിസ്റ്റൻസ് R2. ടോട്ടൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് ഇപ്പുറത്ത് എഴുതാം V is equal to എന്താണ് V1 plus V2 ആണ്. സോ V is equal to ഓംസ് ലോയുടെ ഇക്വേഷൻ V is equal to I ഇൻറ്റു R ആണെന്ന് നമുക്കറിയാം. സോ I ഇൻറ്റു R is equal to V1 ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് I ഇൻറ്റു R1 പ്ലസ് അതുപോലെ തന്നെ അടുത്തതിൻ്റെ V2ൻ്റെ ഇക്വേഷൻ എന്താണ് I ഇൻറ്റു R2. കോമൺ ആയിട്ട് എല്ലായിടത്തും I ഉള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ R നമുക്ക് ഇക്വേഷൻ കിട്ടും R is equal to R1 പ്ലസ് R2 എന്നാണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് R is equal to R1 പ്ലസ് R2 എന്നുള്ളത്. ഇനി ഇത്തരത്തിൽ 3 റെസിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2, മൂന്നാമത്തെ റെസിസ്റ്റൻസ് R3. ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to ഇക്വേഷൻ എന്തായിരിക്കും, R is equal to R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. ഇതുപോലെ തന്നെ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ വരാൻ പോകുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര എക്സെട്ര Rn എന്ന് നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻ എഴുതാം. ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ. തുടർന്ന് നമുക്ക് പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. രണ്ട് റെസിസ്റ്റൻസുകൾ, ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1 ഇങ്ങനെയും രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2, ഇവയുടെ എൻഡുകൾ തമ്മിൽ ഒരു കോമൺ പോയിന്റിൽ ഇത്തരത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, എൻഡുകൾ തമ്മിൽ കോമൺ പോയിന്റിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പാരലൽ കോമ്പിനേഷൻ കേസിൽ നമുക്ക് ഇക്വേഷൻ പരിശോധിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒഴുകി വരുന്ന കറണ്ട് I ആണെങ്കിൽ, ഇവിടെ ഒഴുകി വരുന്ന കറണ്ട് I ആണെങ്കിൽ Iയുടെ ഒരു ഭാഗം I1 R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെയും ബാക്കി ഭാഗം I2 R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു എഴുതിയ പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ അറിയാം. ഓംസ് ലോ V is equal to I ഇൻറ്റു R ആണ്. പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത, നേരത്തെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ കണ്ടു, സെയിം കറണ്ടാണ് ഓരോ റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുന്നത് കണ്ടു. ഇതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്, പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എൻഡിൽ പൊട്ടൻഷ്യൽ R1 എക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മെഷർ ചെയ്താൽ അത് V ആയിരിക്കും. അതുപോലെ തന്നെ R2വിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും എന്താണ്, V തന്നെ ആയിരിക്കും. സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും രണ്ടിടത്തും ഉണ്ടാകുന്നത്, പക്ഷെ ഡിഫറെൻറ്റ് കറണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടോട്ടൽ കറണ്ട് I is equal to, അല്ലെ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കറണ്ട് അല്ലെ I കുറച്ച് ഭാഗം I1 ആയി ബാക്കി ഭാഗം I2 ആണ്. സോ I is equal to I1 പ്ലസ് I2 ആണ്. നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഒന്നാമത്തെ റെസിസ്റ്റൻസിനുണ്ടായ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്
വി ഈസ് ഈക്വൽ ടു V1 ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം രണ്ടിലും സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു അവിടുത്തെ കറണ്ട് I1 ആണ്, അവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്. അതുപോലെ രണ്ടാമത്തെ റെസിസ്റ്റൻസിലുണ്ടായ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അതും വി തന്നെയാണ്. വി ഈസ് ഈക്വൽ ടു അവിടുത്തെ കറണ്ട് എന്താണ് I2 ആണ്, അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ് R2 ആണ്. ഇനി നമുക്ക് ഓംസ് ലോയിൽ നിന്നും വിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വി സി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ സി ഈക്വൽ ടു അല്ല, ഈ ഐ സി ഈക്വൽ ടു ഈ വി ആർ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഐ സി ഈക്വൽ ടു വി ബൈ ആർ എന്നായിരിക്കും ഇക്വേഷൻ. ഈ ആർ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഐ സി ഈക്വൽ ടു വി ബൈ ആർ എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഐ ടോട്ടൽ കറണ്ട് ഇക്വേഷൻ ഇല്ല, അത് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐക്ക് പകരം നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ട്. ഐ സി ഈക്വൽ ടു എന്തായിരുന്നു? വി ബൈ ആർ എന്നാണ്. ഐ സി ഈക്വൽ ടു വി ബൈ ആർ ആണ്. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ നിന്നും I1ന്റെ ഇക്വേഷൻ എഴുതണം. I1 എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? R1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സോ I1 ഇസ് ഈക്വൽ ടു എന്ത് വരും നമുക്ക്? I1 ഇസ് ഈക്വൽ ടു വി ബൈ എന്ത് വരും? R1 എന്ന ഇക്വേഷൻ നമുക്ക്